سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العلي العظيم. وقال سيدنا محمد صلى الله عليه وسلم: المؤمن القوي أحب إلى الله من المؤمن الضعيف وفي كل خير. صدق رسول الله صلى الله عليه وسلم. صلاة الله سلام الله على طه رسول الله. رضاء الله ثناء الله عن المدني ولي الله. صلاة الله سلام الله على طه رسول الله. رضاء الله ثناء الله عن المدني ولي الله. ولي راغب في الله سخي راغب في الله. صفى قلبي بعلم الله بحق المدني يا الله. صلاة الله سلام الله على طه رسول الله. رضاء الله عن المدني بحق المدني ولي الله. فساسيط له العالي ولا حب بذي المال. أنلني كل آمالي بحق المدني يا الله. صلاة الله سلام الله على طه رسول الله. رضاء الله ثناء الله على المدني ولي الله. ആദരണീയരായ സയ്യിദ് അവർകളെ, സാദാത്തുക്കളെ, ദർഗാ അധ്യക്ഷൻ, സെക്രട്ടറി, മുൻ അധ്യക്ഷൻ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, പ്രത്യേകം ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥികൾ, മാന്യ മുസ്ലിം സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ السيد محمد الشريف المدني قدس الله سره العزيز അവരുടെ 22ാം പഞ്ചവത്സര ഉറൂസ് നടക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 2000-ൽ നടന്ന ഉറൂസ് മുതൽ ഈ 2025 വരെയുള്ള ഉറൂസുകളിൽ സംബന്ധിക്കാൻ ഈ വിനീതന് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. മർഹൂം താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മദദ് കൊണ്ട് ദർഗയുടെ അണ്ടറിൽപ്പെട്ട പട്ടില എന്ന് പറയുന്ന പ്രദേശത്ത് സേവനം ചെയ്യാൻ ഏകദേശം 28 വർഷമായി അല്ലാഹു തൗഫീഖ് നൽകി. അത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക്. എല്ലാ ഭാഗങ്ങളിലും ഉറൂസുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും ഔലിയാക്കന്മാർ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നിടത്തൊക്കെ ഉറൂസുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ
സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദർബാറിൽ വളരെ വിപുലമായ ഉറൂസ് നടക്കുന്നു. ഈ ഉറൂസിനോടനുബന്ധിച്ച് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇതിന്റെ പരിസരത്ത് കൂടി ഒരു തിരിഞ്ഞു നോട്ടം നടത്തിയാൽ എല്ലാ ആളുകളും ഇതിനോട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സഹകരണം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇവിടെ പ്രസംഗിക്കാനുള്ള വിഷയം അധികരിച്ചുകൊണ്ട് അത് സംബന്ധമായി പറയാൻ ബഹുമാനപ്പെട്ട പുഴക്കാട്ടിരി ഇബ്രാഹിം സഖാഫി ഏതാനും സമയത്തിനകത്ത് ഇവിടെ എത്തിച്ചേരും. അതുവരെ ഞാൻ വിഷയവും അല്ലാത്തതും കൂടി കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മദനി തങ്ങളുടെ ദർബാറിൽ നടക്കുന്ന പരിപാടിയോട് എല്ലാ നിലക്കും ഈ പ്രദേശത്തെ ജാതി മത വ്യത്യാസമന്യേ എല്ലാ ആളുകളും സ്ത്രീ പുരുഷന്മാരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള സഹകരണം നടത്തുന്നുണ്ട്. ഉറൂസ് വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും ഉറൂസിന് ഉപയോഗപ്പെടുത്തുന്നു എന്നതാകുന്നു സത്യം. ഉറൂസ് തെറ്റാണെന്ന് പറയുന്നവരും അതിന് ഉപയോഗപ്പെടുത്തുന്ന രംഗം ചുറ്റി നടന്നാൽ നമുക്ക് കാണാൻ കഴിയും. ബിസിനസിന്റെ പേരിലോ അല്ലാത്തതിന്റെ പേരിലോ ഒക്കെ അത് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ കറാമത്ത് അവസാനിക്കുന്നില്ല. അവർ 400 ചില്ലറ വർഷമായി ഇവിടെ വന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ വസന്തം പകർത്തിയപ്പോൾ, അത് പകർന്നു നൽകിയപ്പോൾ അന്ന് ഉൾക്കൊള്ളാൻ ആളുകൾ കുറവായിരുന്നെങ്കിലും പിന്നീട് അതാ ഏറ്റുപിടിച്ച് ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ സൗന്ദര്യം പകർന്ന് ഇന്നിപ്പോൾ ഉള്ളാളത്ത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പ്രചരണം കൂടാതെ തന്നെ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രസന്റിൽ ഈ സമയത്ത് 6500-ലധികം വിദ്യാർത്ഥികൾ ഇൽമ് പകർന്നുകൊണ്ടിരിക്കുന്നു. മദനി തങ്ങളുടെ കറാമത്ത് കൊണ്ട് മാത്രമാണത്. കൊച്ചു മദ്രസ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 6500-7000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് കാശ് കൊടുക്കുന്നത്? ആ ഉസ്താദുമാർക്ക് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരാണ്. വിശ്വാസിയുടെ നേട്ടം എന്നതാണ് വിഷയം. അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ മുഅ്മിൻ, ശക്തനായ വിശ്വാസി, അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ. അല്ലാഹുവിൽ വിശ്വാസമുള്ള ശക്തനായ വിശ്വാസി അവൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ദുർബലതയുള്ള വിശ്വാസിയേക്കാൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുന്നു, വഫീ കുല്ലിൻ ഖൈർ, രണ്ടുപേരിലും ഖൈറുണ്ട്. ശക്തനായ വിശ്വാസി, നല്ല വിശ്വാസമുള്ളവൻ, അവനിലും ഖൈറുണ്ട്. വിശ്വാസം കുറവുള്ളവനും ഖൈറുണ്ട്. പക്ഷേ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വിശ്വാസമുള്ളതാണ്. വിശ്വാസിയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസി ഇവിടെ ജീവിച്ചാൽ അവന്റെ ജീവിതകാലത്തും അവന്റെ മരണത്തിനു ശേഷവും അവന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദർബാറിന്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നത് കൊണ്ട് അവർ സന്തോഷിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അല്ലാഹു മദനി തങ്ങൾക്ക് നൽകിയിരിക്കുന്ന നേട്ടമാണിത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലൂടെ പറഞ്ഞിരിക്കുന്നു, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ. ആർക്കാണ് അല്ലാഹു തആല ഈ ദുനിയാവിൽ സന്തോഷം നൽകുന്നത്? എന്താണ് ഈ സന്തോഷം? അല്ലാഹു അതിന്റെ മുമ്പേ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അലാ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഔലിയാക്കൾക്ക് പേടിയില്ല, ഔലിയാക്കൾക്ക് ടെൻഷൻ ഇല്ല, ഔലിയാക്കൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല.
അവർക്കൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് അവരെ പറ്റി അല്ലാഹു തആല ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നു? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരെ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. തഖ്വയില്ലാത്ത ഒരാൾക്ക് വലിയാവാൻ സാധിക്കുകയില്ല. ഈമാനില്ലാത്ത ഒരാൾക്ക് വലിയാവാൻ സാധിക്കുകയില്ല. വലി എന്ന് പറഞ്ഞാൽ തന്നെ അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ അറിയുന്നവനാണ് വലിയ. അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച ആളാണ് വലിയ. അവൻ അല്ലാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവനാണ്. വിരോധിച്ച കാര്യങ്ങളെ വർജിക്കുകയും ചെയ്യുന്നവനാണ് വലിയ. ആ വലിയ ഈമാനും തഖ്വയും ഉള്ളവനെ മാത്രമേ ആവുകയുള്ളൂ. ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ തഖ്വയുള്ളവർ മാത്രമാണ്. മുത്തഖീങ്ങൾക്ക് മാത്രമേ ഔലിയാക്കളാവാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇങ്ങനെയുള്ള ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന ഗുണം, അല്ലാഹു അവർക്ക് നൽകുന്ന നേട്ടം, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ. അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു തആല ബുശ്റ നൽകുന്നു, സന്തോഷം നൽകുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയും, ഓ ജിബ്രീൽ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ അവനെ ഇഷ്ടപ്പെടുക. ജിബ്രീലിനോട് അല്ലാഹു പറയും. എന്നിട്ട് ജിബ്രീലിനോട് വിളിച്ചു പറയാൻ വേണ്ടി പറയും, അല്ലാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടണം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല അവന് നൽകുന്ന നേട്ടമാണ്, ആ വ്യക്തിക്ക് ഭൂമിയിൽ ഒരു പദവി, ഒരു പവർ, ഒരു സ്ഥാനം അല്ലാഹു നൽകും. നമ്മൾ ആലോചിക്കുക, 400 ചില്ലറ കൊല്ലമായി സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഇവിടെ വന്ന് പ്രവർത്തിച്ച് വഫാത്തായിട്ട് ആ മദനി തങ്ങൾക്ക് ഇന്നും നൽകപ്പെടുന്ന സ്ഥാനം എന്താണ്? അവർക്ക് അല്ലാഹു തആല നൽകുന്ന സന്തോഷം, അവരുടെ സൽപേര്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സൽപേര്, അതാണ് ദുനിയാവിലുള്ള സന്തോഷം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രത്യേകമായി അല്ലാഹുവിനോട് ദുആയിരുന്നിരുന്നു, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചവനെ, പിൽക്കാലക്കാരിൽ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരു അവസ്ഥ നീ വരുത്തണമേ. ബഹുമാനപ്പെട്ട മദനി തങ്ങൾ വഫാത്തായിട്ട് ഇത്രയും കൊല്ലമായപ്പോഴും ഇന്നും മദനി തങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. 6000-ലധികം 7000-ഓളം വരുന്ന കുരുന്നുമക്കൾ ഇപ്പോഴും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇൽമ് പകർന്നുകൊണ്ടിരിക്കുന്നു മദനി തങ്ങളുടെ കറാമത്തിൽ. നമ്മളാരും ശമ്പളം കൊടുക്കുന്നില്ല, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. മദ്രസ മാത്രമല്ല, മദ്രസ പ്രായം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശരീഅത്ത് കോളേജും അതേപോലെ ദഅവ കോളേജും അതേപോലെ ഹിഫ്ദുൽ ഖുർആനും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയും 100 കണക്കിന് 300-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ കിതാബുകൾ ഓതി പഠിച്ചു. ഇതിന്റെ ഒക്കെ സന്തോഷം ലഭിക്കുന്നത് ആർക്കാണ്? മദനി തങ്ങൾക്കല്ലേ. അല്ലാഹു നൽകിയ കറാമത്തല്ലേ. ഈ കറാമത്ത് മുറിയുന്ന പ്രശ്നമില്ല. ഔലിയാക്കളുടെ കറാമത്ത് മരിച്ചതിന് ശേഷവും മുറിയുകയില്ല, മരണത്തിന് ശേഷവും ആ കറാമത്ത് നിലനിന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കാണുന്ന പച്ചയായ കറാമത്താണിത്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഉറൂസിനോടനുബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഈ ഉറൂസിന്റെ സമാപനത്തിൽ ആട്ടിറച്ചിയും നെയ്ച്ചോറും കൊടുക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു. ഇതിന്റെ സന്തോഷം ആരനുഭവിക്കുന്നു? മദനി തങ്ങൾ അനുഭവിക്കുന്നു. മദനി തങ്ങളെ മഹബത്ത് വെക്കുന്നവർ അനുഭവിക്കുന്നു. ആ മഹബത്ത് വെക്കുന്ന മുഴുവൻ ആളുകളും, അതിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളും ആസ്വദിക്കുന്നു. മുഅ്മിനിനുണ്ടാകുന്ന സന്തോഷമാണിത്. ഇതാണ് ഔലിയാക്കന്മാരുടെ കറാമത്ത്. കറാമത്ത് ധാരാളം പറയാനുണ്ട്, പക്ഷെ നമ്മുടെ കൺമുമ്പിലുള്ള വലിയ കറാമത്ത്, ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ലോകം ചുറ്റി സഞ്ചരിച്ചവരാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാർ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ നല്ലൊരു ശതമാനം ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും ഇസ്ലാമിക സൗന്ദര്യം പകർന്നു കൊടുക്കാൻ യാത്ര ചെയ്തു.
നബിയുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തും ഭാരതത്തിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. കടൽ തീരത്ത്, അറബിക്കടലിന്റെ തീരങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി, അന്ന് വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ പള്ളികൾ ഉണ്ടാക്കി ഒരുപാട് ഇസ്ലാമിക പ്രചരണം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. അവരൊക്കെയും ഔലിയാക്കന്മാരാണ്. അവരെല്ലാം നബിയുടെ സഹാബിമാരാണ്. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ. അവർ കാണിച്ച അവരുടെ കറാമത്ത്, അവർ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോൾ അത് വിജയിച്ചു എന്നതാണ്. മദനി തങ്ങളുടെ കറാമത്ത് അവർ ഇവിടെ വന്ന് ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോൾ ആരും അള്ളാഹു അയച്ചതല്ലേ, ആരും വിളിച്ചിട്ട് വന്നതല്ലല്ലോ മദനി തങ്ങൾ. മദനി തങ്ങൾ വന്നിട്ട് മദനി തങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഉറൂസ് കഴിക്കണമെന്ന്? അല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് അവർ ഉയർത്തിപ്പിടിച്ച സന്ദേശത്തിന്റെ പ്രചരണത്തിന് വേണ്ടുന്ന വഴികൾ പിടിച്ച് എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് കാരണമായി. അതാണ് മുഅ്മിനീന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സന്തോഷം. ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ അല്ലാഹു നൽകും, ആഖിറത്തിലും അല്ലാഹു നൽകും. ആഖിറത്തിലും മുഅ്മിനീന് ഈ വലിയ അല്ലാഹു സ്ഥാനം നൽകുന്നുണ്ട്, ദുനിയാവിൽ നൽകുന്നുണ്ട്. വലിയ ആര്? ഈമാനും തഖ്വയുമുള്ളവർ. തഖ്വയോടെ ഈമാനോട് കൂടി ജീവിച്ചതിന്റെ ഫലം ആസ്വദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നൽകുമെന്ന് അല്ലാഹു പറഞ്ഞു. അതിൽ യാതൊരു കുറവും വരുത്തുകയില്ല. ഈ നൽകുന്നതിനെ മാറ്റത്തിരുത്തലുകൾ വിധേയവുമല്ല. ലാ തബ്ദീല ലികലിമാത്തില്ലാ. അല്ലാഹുവിന്റെ കലിമാത്തുകൾക്ക് മാറ്റമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അളീം. അതേറ്റവും വിജയമുള്ളതാകുന്നു. നമ്മളൊക്കെ ആലോചിക്കണം. ഔലിയാക്കന്മാരെ കുറ്റം പറയുന്നവർ, കറാമത്തുകളെ നിഷേധിക്കുന്നവർ, ഔലിയാക്കന്മാരുടെ മൗലിദുകളെ നിന്ദിക്കുന്നവർ, ഉറൂസ് പരിപാടിയെ ഇൻസൾട്ട് ചെയ്യുന്നവർ, അവർക്കൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ സംസാരിക്കാൻ അധികാരമില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഇസ്ലാമിക പൈതൃകം പരിശോധിച്ചാൽ, രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും ആസ്ഥാനത്ത് ഔലിയാക്കന്മാരുടെ ദർബാറുകളില്ലാത്ത ഒരു സ്റ്റേറ്റുമില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ കർണാടകയിൽ തന്നെ എത്ര സ്ഥലത്താണ് മഹാന്മാരായ ഔലിയാക്കളുടെ ദർബാറുകൾ, പർണശാലകൾ, പള്ളികൾ, മദ്രസകൾ, കോളേജുകളൊക്കെ ധാരാളം സ്ഥലത്തുണ്ട്. ഉള്ളാളത്ത് പ്രത്യേകമായുണ്ട്. നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇതിന്റെ വലുപ്പം നമുക്ക് തിരിയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യയിൽ ചുറ്റി സഞ്ചരിച്ചാൽ ഔലിയാക്കളുടെ ദർബാറുകളും പർണശാലകളും പരതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉള്ളാളത്തുള്ള അത്ര സൗകര്യം എവിടെയുമില്ല. എത്ര ആളുകൾ ഇവിടെ സിയാറത്തിനെത്തിയാലും ഉൾക്കൊള്ളാൻ പറ്റിയ വിശാലമായ പരിസരം ഇവിടെ ഉണ്ട്. അവർക്ക് കുളിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാറ്റിനും സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ള ദർബാറുകളിലൊന്നും ഇത്ര സൗകര്യമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ അന്ന് വന്ന സഹാബത്തിന്റെ കാലം തൊട്ട് ഇന്നേ വരെ ഇസ്ലാമിന്റെ പൈതൃകം നിലനിൽക്കുന്നത് ഔലിയാക്കന്മാരുടെ ദർബാറുകളിലൂടെ തന്നെയാണ്. നമുക്ക് ഇന്ത്യയുടെ ആസ്ഥാനത്തേക്ക്, ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ചെന്ന് നോക്കിയാൽ ഡൽഹിയിലേക്ക് വിസിറ്റേഴ്സ് ധാരാളമായി വരുന്നു. ഇന്ത്യയിൽ നിന്ന് വരുന്നു, വിദേശ രാജ്യങ്ങളിൽ വരുന്നു. അവർ കാണാൻ വരുന്നത് ഒന്ന് കുത്തുബ് മീനാറാണ്. കുത്തുബ് മീനാറിന്റെ കല്ലുകൾ നമ്മൾ നോക്കുമ്പോൾ അതിന്മേൽ എഴുതി വെച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഉയർന്നു നിൽക്കുന്ന, എത്രയോ ഹൈറ്റ് ഉയരത്തിലുള്ള കുത്തുബ് മീനാറിന്റെ ഓരോ കല്ലിന്മേലും ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണ് എഴുതിയത്? ഖുത്ബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതാണ് ഇത്. ആരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? ഖുത്ബുദ്ദീൻ ബക്തിയാറിൽ കാക്കി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒന്നാമത്തെ ശിഷ്യൻ, ഒന്നാമത്തെ ഖലീഫ. 40 ഖലീഫമാരെ കൂട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അജ്മീർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്ന് മക്കയിൽ പോയി, മദീനയിൽ പോയി റസൂലുള്ളാഹിയുടെ സമ്മതത്തോടു കൂടി ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്.
വന്നിട്ട് ആദ്യം ഡൽഹിയിൽ നിന്നു. ഡൽഹിയിൽ തന്റെ ഒന്നാമത്തെ ഖലീഫയെ നിർത്തി. ആ ഖലീഫ ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു. ഖുത്ബ് മിനാറിന്റെ തൊട്ടടുത്ത് മൊഹർ അലി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ ദർഗ ഇന്നും ദർബാർ നമുക്ക് കാണാൻ കഴിയും. ഖലീഫ് അവിടെയുള്ള ഫക്കീറുമാർ നിരന്നിരിക്കുന്നു. ചിശ്തി പരമ്പരയിലെ മുഴുവൻ ഔലിയാക്കന്മാരും അവർ പാവങ്ങളോട് പ്രത്യേകമായ കരുണ കാണിക്കുകയും പാവങ്ങൾക്ക് പ്രത്യേകമായ സഹായം നൽകുകയും ഫക്കീറുമാരെ അത്യധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ്. അവരെയാണ് അവരെ എത്തുന്നത്. അവർക്ക് ജാതി വ്യത്യാസം ഉണ്ടാവുകയില്ല. അവരെല്ലാവരെയും സഹായിക്കും. അത് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ്. ഖാജയുടെ ജീവിതകാലത്ത് ഖാജയെ എല്ലാവരും സമീപിക്കുമായിരുന്നു. ആണ് വരും, പെണ്ണ് വരും, ഹൈന്ദവൻ വരും, മുസ്ലിം വരും, ക്രൈസ്തവൻ വരും, ബൗദ്ധൻ വരും, എല്ലാവരും വരും ഖാജയുടെ മുന്നിൽ. എല്ലാവർക്കും ഖാജ സഹായം ചെയ്യും. എല്ലാവരെയും ഖാജ സ്വീകരിക്കും. എല്ലാവർക്കും ഖാജ ദീനിന്റെ സന്ദേശം പകർന്നു കൊടുക്കും. അങ്ങനെ 1 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം പകർന്നു കൊടുക്കാൻ ഖാജ ഗരീബ് നവാസ് മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന് സഹായി കഴിഞ്ഞിട്ടുണ്ട്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഇന്നും ഖാജയുടെ ദർബാറിൽ എത്ര വലിയ ഉറൂസാണ് നടക്കുന്നത്. നമ്മളൊക്കെ കാണുന്നില്ലേ? നമ്മളൊക്കെ മീഡിയയിലൂടെ ആസ്വദിക്കുന്നില്ലേ? അവിടെ പോയി നമ്മൾ അനുഭവിക്കുന്നില്ലേ? ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇവിടത്തെ ഛോട്ടാ അജ്മീർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഉള്ളാളത്ത് 5 വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള ഉറൂസ് നടക്കുമ്പോൾ ആ ഉറൂസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് എല്ലാവരോടും ഒരു മയ്യത്തിനെ ഖബറിൽ മറവ് ചെയ്യപ്പെട്ടാൽ, ഒരാൾ മരിച്ചു, അയാളെ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 മലക്ക് ചോദ്യം ചെയ്യാനായി വരുമെന്ന് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്ത്, മുങ്കർ നക്കീർ ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. ഒരാൾ തലയുടെ ഭാഗത്തും ഒരാൾ കാലിന്റെ ഭാഗത്തും നിൽക്കും. നമുക്കൊക്കെ അറിയാം ഖബറിൽ സുആലുണ്ട്. തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ഖബറിൽ ആരാണ് റബ്ബ്, ആരാണ് നബി, ആരാണ് റസൂല്, ഏതാണ് ദീന്, ഖിബ്ല ഏതാണ്, ആരാണ് ഇഖ്വാൻ, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് സത്യവിശ്വാസിയായ മനുഷ്യൻ അതിന് സമാധാനത്തിൽ, സന്തോഷത്തോടെ, ധൈര്യത്തോടെ മറുപടി പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ സഹിഹായ ഹദീസിൽ വന്നതാണല്ലോ. കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കും, മയ്യത്ത് മറവ് ചെയ്യപ്പെട്ട വ്യക്തിയോട് ചോദിക്കും, ഇദ്ദേഹത്തെ നിനക്ക് പരിചയമുണ്ടോ? ഈ കാണുന്ന വ്യക്തിയെ പരിചയമുണ്ടോ? ഉടനെ പറയും സത്യവിശ്വാസിയായ മനുഷ്യൻ, അതെ എനിക്ക് പരിചയമുണ്ട്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, എന്നിലേക്ക് അയച്ച പ്രവാചകനാണ്, ഞാൻ വിശ്വസിച്ച പ്രവാചകനാണെന്ന് പറയുമ്പോൾ പിന്നീട് മുങ്കർ നക്കീർ അലൈഹിസ്സലാം അവിടെ നിന്ന് മടങ്ങുകയാണ്. മടങ്ങുന്ന സമയത്ത് ആ സത്യവിശ്വാസിയോട്, മുഅ്മിനോട് പറയുന്നത്, നം കനൗമത്തിൽ അറൂസ്. ഓരോ മൂമിനും ഉറൂസുണ്ട്. ഓരോ മൂമിനും ഖബറിൽ പുതിയാപ്പിളയാണ്. നീ പുതിയാപ്പിള കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങിക്കോ എന്ന് പറയും. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നം കനൗമത്തിൽ ഉറൂസ്. അറൂസ് ഉറങ്ങും പോലെ, പുതിയാപ്പിള ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ. പുതിയാപ്പിള പ്രഥമ രാത്രിയിൽ ആ പുതിയാപ്പിളയെ പിന്നെ വിളിച്ചുണർത്തുന്നത്, അയാളെ പുലർച്ചെ വിളിച്ചുണർത്തുന്നത് അയാളുടെ കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രമേ വിളിച്ചുണർത്താൻ കഴിയുകയുള്ളൂ. അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാ. എല്ലാവർക്കും ഉണ്ട് ഉറൂസ്. പിന്നെ ഉറൂസിനെ എങ്ങനെ ഒരു ആഘോഷം എന്ത് എന്നുള്ളതിനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വായലുകളിലൊക്കെ പറഞ്ഞിട്ട്, എല്ലാ ദിവസവും മുഅ്മിനീങ്ങൾക്ക് ഉറൂസ് തന്നെയാണ്. എല്ലാ നിലക്കും ഈ ഉറൂസിനെ നമ്മൾ ഇതുകൊണ്ട് സന്തോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നമുക്ക് വലിയൊരു രഹസ്യമുണ്ട്. അല്ലാഹു ഔലിയാക്കൾക്ക് നൽകിയ സന്തോഷമാണ്, മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷമാണ്. ഈമാൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടവും ഇത് തന്നെയാണ്. ഈ കാണുന്ന സന്തോഷം അല്ലാഹു
ഖുർആനിൽ അറിയിച്ചു തന്നിട്ടുള്ളതുമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. ആഖിറത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുമെന്നത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഔലിയാക്കളോടൊപ്പം അവരെ മുഹിബ്ബീങ്ങളായതുകൊണ്ട് അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനവർ സ്വീകരിച്ച മാർഗം ഈമാനും തഖ്വയുമാണ്. ഈമാനില്ലാതെ തഖ്വയില്ലാതെ സാധിക്കുകയില്ല. അത് ആ നിലക്ക് അവർ ജീവിച്ചത് ആളുകൾ കണ്ടതുകൊണ്ടാണ് അവർക്കുള്ള സൽപ്പേര് എന്നെന്നും നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളിയിൽ ഒരു ഷെയ്ഖുണ്ട്. തൃശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുത്തമ്പള്ളി. പുത്തമ്പള്ളി ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ 111 വർഷമായി വഫാത്തായിട്ട്. 111 വർഷമായി. ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വലിയ മുദർരിസാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ ആ മുത്തമ്പള്ളിയിലെ ദർബാറിൽ എല്ലാ സഫർ മാസത്തിലും ഉറൂസ് നടക്കും. ആ ഉറൂസ് നടക്കുമ്പോൾ അവിടെ നെയ്ച്ചോറുണ്ടാക്കിയിട്ട് വിതരണം ചെയ്യും. കിൻഡൽ കണക്കിന് അരി കൊണ്ട് നെയ്ച്ചോറുണ്ടാക്കി മാംസം ഉണ്ടാവുകയില്ല, ഇറച്ചി ഉണ്ടാവില്ല, ചോറ് മാത്രം. ആ ചോറിനൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന, അവർ കൈകൊണ്ട, അവർ നിർബന്ധമായി ഏറ്റെടുത്ത ഒരു കാര്യത്തിൽ ആ ഒരു പേര് അവർക്ക് എന്നൊന്നും നിലനിർത്താൻ കഴിഞ്ഞു. എന്താണത്? ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തന്റെ ഖാദിമിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഇറച്ചിയും പത്തിരിയും കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു, ഇറച്ചിയും പത്തിരിയും കിട്ടിയാൽ സന്തോഷമായിരുന്നു എന്ന് ഖാദിമിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖാദിമ് ഈ വിവരം കിട്ടിയപ്പോ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഷെയ്ഖ് കുറച്ച് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോയി മാംസം വാങ്ങി വരാം, നീ റൊട്ടി തയ്യാറാക്കണം, പത്തിരി തയ്യാറാക്കണം. ഖാദിമ് പറഞ്ഞതനുസരിച്ച് വീട്ടുകാരി പത്തിരി തയ്യാറാക്കി. ഖാദിമ് മാർക്കറ്റിൽ പോയി മാംസം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ അത് റെഡിയാക്കി. അങ്ങനെ നല്ല ഇറച്ചിയും പത്തിരിയും ഒരു പാത്രത്തിൽ വെച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മുന്നിലേക്ക് കൊണ്ടുചെന്നു. പാത്രം മുന്നിൽ വെച്ചു കൊടുത്തു. ആ പാത്രം ഇങ്ങോട്ട് തുറന്നപ്പോൾ പാത്രത്തിൽ നല്ല ഇറച്ചിയും പത്തിരിയും, ഞങ്ങളെ മലപ്പുറത്തെ നല്ല ബീഫും പത്തിരി. ആ സ്മെല്ലും കൊണ്ട് വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആ പാത്രത്തിലേക്ക് കൈവച്ചിട്ട് കുറച്ച് ഇറച്ചിയും പത്തിരിയും കൊണ്ട് വാരി കൈകൊണ്ട് എടുത്തു. കാരിയിട്ട് വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തന്റെ കയ്യിനോട് സംസാരിക്കുകയാണ്. ഓ കൈ, നീ എന്ത് പണിയാ ചെയ്തത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് നീ മറന്നോ കയ്യേ? ആരാ ചോദിക്കുന്നത്? ആരാ പറയുന്നത്? കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തന്റെ കയ്യിനോട് സംസാരിക്കുകയാണ്. പ്രതിഭാഗത്ത് തന്റെ മുഖാത്തബായി കയ്യിനെ തന്നെ കാണുകയാണ്. എന്നിട്ട് കയ്യിനോട് ചോദിക്കുകയാണ്, അല്ല കൈ, നീ എന്ത് പണിയാ ചെയ്തത്? നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ അത്യാഗ്രഹം വന്നപ്പോൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടപ്പോൾ അത് നീ കൈകൊണ്ട് വാരി എന്റെ ഹബീബിന്റെ സുന്നത്ത് നീ മറന്നുപോയോ കയ്യേ? അതുകൊണ്ട് കൈ, ഇനി നിന്നെ കൊണ്ട് ഇറച്ചിയും പത്തിരിയും തിന്നുന്ന പണിയില്ല. വാരിയ ഇറച്ചിയും പത്തിരിയും പാത്രത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പാത്രം അടച്ചു വെച്ചു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മരണം വരെ പിന്നെ മാംസവും പത്തിരിയും തിന്നില്ല. എന്തേ കാരണം? ആ തിന്നല് മോശമായത് കൊണ്ടല്ല, ഇറച്ചിയും പത്തിരി ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു സുന്നത്ത് മറപ്പിക്കാൻ കാരണമായി എന്നതുകൊണ്ട് അവിടെയുള്ള പഴമക്കാരായ ആളുകൾ, അനുഭവിച്ച ആളുകൾ നമ്മളോട് ഈ സത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറയുന്നു, ആ ബഹുമാനപ്പെട്ട ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പിന്നെ മരിക്കുന്നത് വരെ ഇറച്ചിയും പത്തിരി തിന്നില്ല. അതാണ് അവരുടെ ജീവിതം. അതാണ് ഇന്ന് അവരുടെ കറാമത്ത്. അവര് ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ ഹജ്ജിന് പോകുന്ന സമയത്ത് നാട്ടുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വന്നിരിക്കാൻ ആരാണ്ടാകുക?
ഞങ്ങൾക്ക് വെള്ളം മന്ത്രിച്ചു തരണം, അതിനിവിടെ ആളുണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, തന്റെ മുന്നിലിരിക്കുന്ന ഖാദിമിനോട് പറഞ്ഞു, ആ കിണറ്റിന്ന് കുറച്ച് വെള്ളം കൊണ്ടുപോവാ. വെള്ളം കൊണ്ടുവന്ന് അതില് മന്ത്രിച്ചിട്ട് ആ വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം കിണറ്റിൽ വെച്ചു. ഇന്ന് നമ്മൾ അവിടെ പുത്തമ്പള്ളിയിൽ സിയാറത്തിന് പോയാൽ ആ പള്ളിയുടെ സെന്ററിലാണ് കിണറുള്ളത്. അത് സ്ലാബ് വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ആ വെള്ളം കൊണ്ടാണ് നെയ്ച്ചോറുണ്ടാക്കുന്നത് വർഷത്തിൽ, എല്ലാ വർഷവും ആണ്ട് നടക്കുമ്പോൾ. അത് വാങ്ങാനാണ് ആളുകൾ തിക്കും തിരക്കും കൂടി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കിൻഡൽ കണക്കിന് അരി കൊണ്ട് നെയ്ച്ചോറുണ്ടാക്കി വിതരണം ചെയ്യുമ്പോൾ വാങ്ങാൻ വരും. അവരുടെ ഉറൂസിനോടനുബന്ധിച്ച് അതാണ് അവർ സൂക്ഷ്മമായ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, സുന്നത്തിനോട് എതിരില്ലാത്ത ജീവിതം, അവരുടെ ജീവിതത്തിന്റെ രീതിയാണ്. ഒരൊറ്റ ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞത്. അങ്ങനെയാണ് ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാകുന്നത്. മദനി തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഞാനിപ്പോ ഹനീഫാജിയോട് ചോദിച്ചു, ഈ പ്രാവശ്യം നേർച്ച ആട് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആടുകൾ വന്നിട്ടുണ്ട്, ധാരാളം ആടുകൾ ഇപ്പോഴും വരുന്ന. നേർച്ച ഉള്ളാളത്തിന്റെ പ്രത്യേകത എന്താ? ആട് നേർച്ചയാക്കാം. വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരത്തിന് വേണ്ടി ആട് കൊടുക്കാൻ നേർച്ചയാക്കും. മദനി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആടിനെ നേർച്ചയാക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിക്കും. സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹു ഇഷ്ടമാണ്. ആ സ്വതക്ക മദനി തങ്ങളുടെ ദർബാറിൽ കൊടുക്കാൻ നേർച്ചയാക്കുമ്പോൾ അത് നിർബന്ധമായി. സുന്നത്തായ കാര്യത്തെ നേർച്ചയാക്കി നിർബന്ധമാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ കാര്യസാധ്യം നടക്കും. അപ്പൊ ചില ആളുകളൊക്കെ വിചാരിച്ചു ഇതെല്ലാം ശിർക്കാക്കി, അവരെല്ലാം വിചാരിച്ചു ഇതെല്ലാം മദനി തങ്ങൾക്ക് കൊടുക്കുന്ന, മദനി തങ്ങൾക്ക് നടത്തുന്ന പൂജയാണെന്ന് മനസ്സിലാക്കി പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ല, ഒരിക്കലും അതല്ല. മയ്യത്തിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ മയ്യത്തിന് വേണ്ടിയുള്ള പൂജയല്ലല്ലോ. ഒരു ഖബറിന്റെ അടുത്ത് വെച്ച് ദിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിന് വേണ്ടിയുള്ള പൂജയാണെന്ന് മനസ്സിലാക്കിയ എന്ത് പറ്റി? അപ്പൊ ഒരിക്കലും അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓരോന്നിനും അതിൻ്റെതായ വശങ്ങൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊക്കെ മുറുകെ പിടിക്കുകയും അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങൾക്കും അതിന്റെ അനുഷ്ഠാനങ്ങൾക്കും ഉള്ളാളവും പരിസരവും എന്നും മുൻപന്തിയിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട ബോയക്കാട്ടിൽ ഇബ്രാഹിം സഖാഫി എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെല്ലാവരും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, ആദർശത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിൽ എന്നും മുന്നിലുണ്ട്. ഇനിയും നമ്മൾ മദനി തങ്ങളെ മഹബത്ത് വെക്കുന്നവരാണ്. മദനി തങ്ങളുടെ സ്ഥാപനത്തിന്, മദനി ദർബാറിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അതിന്റെ അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ച് അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രവർത്തകന്മാരായി ബിദ്അത്തിന്റെ കക്ഷികളോട് നമുക്കുള്ള വെറുപ്പ് നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. താജുൽ ഉലമയുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. മറ്റു നമ്മുടെ ഉസ്താദുമാർ, മശായിഖുമാർ എല്ലാവരുടെയും ദറജകളെ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുമാറാവട്ടെ. ഈ ഉറൂസ് പരിപാടിയോട് സഹകരിച്ച മുഴുവൻ വളണ്ടിയർമാർക്കും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മറ്റെല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരമിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശജാലകൾ വിതരി പ്രഭാഷണം നടത്തിയ MC മുഹമ്മദ് ഫൈസി മോഗം ഉസ്താദ് അവർക്കൊരായിരം അഭിവാദ്യങ്ങൾ. മർക്കസു സഖാഫത്തി സുന്നിയയുടെ മുദർരിസും പ്രഗൽഭ പണ്ഡിതനും വാഗ്മിയുമായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ಪ್ರಸಂಗಪೀಠത്തിലേക്ക് ಆದರಪೂರ್ವಕ ಕ್ಷಣಿಕು. ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇದೀಗ ಆಗಮಿಸಿದ ನಮ್ಮ ಪ್ರತಿ ಕ್ಷಣದಲ್ಲೂ ನಮ್ಮನ್ನು ನಿರೀಕ್ಷಿಸುತ್ತಾ, ಸಹಕರಿಸುತ್ತಾ,
ಉರುಸ್ ಸಮಿತಿಯೊಂದಿಗೆ ಸದಾ ಸಕ್ರಿಯವಾಗಿರುವ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾನ್ಯ ಸಭಾಧ್ಯಕ್ಷರೂ ಆದಂತಹ ಜನಾಬ್ UT ಖಾದರ್ ಕೂಡ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಧನ್ಯಗೊಳಿಸಿದ್ದಾರೆ. ഇനി വേദിയിൽ പ്രഭാഷണ പീഠത്തിലെ വെള്ളി നക്ഷത്രം ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.